ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മളിത് 2023 10th ലെവൽ മെയിൻസിന് ചോദിച്ചിട്ടുള്ള കമ്പ്യൂട്ടർ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് നോക്കുന്നത്. ഡക്ക് ഡക്ക് ഗോ എന്നത് എന്താണ്? ഡക്ക് ഡക്ക് ഗോ എന്നത് ഒരു സെർച്ച് എഞ്ചിനാണ്. ഡക്ക് ഡക്ക് ഗോ എന്നത് എന്താണ്? ഒരു സെർച്ച് എഞ്ചിനാണ്. ഇപ്പം നമുക്ക് എന്താണ് സെർച്ച് എഞ്ചിന്? ഇപ്പം നമുക്ക് ഇൻ്റർനെറ്റിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഗൂഗിളോ യാഹുവോ അൾട്ടാവിസ്റ്റയോ ബിങ്ങോ ഇങ്ങനെയുള്ള ഏതെങ്കിലും എടുത്തിട്ട് സെർച്ച് എഞ്ചിനുകൾ എടുത്തിട്ട് അതിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിവരങ്ങൾ വരും. നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്തെടുക്കും. അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി വേൾഡ് വൈഡ് വെബിൽ ലഭ്യമായ വിവരങ്ങൾ കണ്ടുപിടിക്കുന്നതിനും സഹായിക്കുന്ന രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേകതരം പ്രോഗ്രാമുകളാണ് ഇൻ്റർനെറ്റ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. നമ്മൾ യൂസേഴ്സ് നൽകുന്ന സൂചനാപദങ്ങൾക്കനുസൃതമായിട്ടാണ് സെർച്ച് എഞ്ചിനുകൾ വിവരം നൽകുന്നത്. അല്ലേ, നമ്മൾ എന്താണ് ടൈപ്പ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും വരുന്നത്. സെർച്ച് എഞ്ചിനുകൾക്ക് ഉദാഹരണമാണ് ഗൂഗിൾ, യാഹു, ആൾട്ടാവിസ്റ്റ, ബിങ്, AOL, ബൈഡു, യാൻഡെക്സ്, ഡക്ക് ഡക്ക് ഗോ, ask.com, നെവർ, എക്കോഷ്യ, ഇൻ്റർനെറ്റ് ആർച്ചീവ്. ആദ്യത്തെ സെർച്ച് എഞ്ചിനാണ് ആർച്ചി. ആദ്യത്തെ സെർച്ച് എഞ്ചിൻ എന്താണ്? ആർച്ചി എന്ന് പറയുന്നതാണ് ആദ്യത്തെ സെർച്ച് എഞ്ചിൻ. ആദ്യത്തെ സെർച്ച് എഞ്ചിൻ എന്താണ്? ആർച്ചി. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സെർച്ച് എഞ്ചിനാണ് ഗുരുജി. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സെർച്ച് എഞ്ചിൻ ഏതാണ്? ഗുരുജി. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സെർച്ച് എഞ്ചിൻ ഗുരുജി. ബിങ് എന്ന സെർച്ച് എഞ്ചിൻ വികസിപ്പിച്ചത് മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റിൻ്റെയാണ് ബിങ്. അപ്പോൾ നമുക്കൊന്നും കൂടെ നോക്കാം. ഡക്ക് ഡക്ക് ഗോ എന്നത് എന്താണ്? ഡക്ക് ഡക്ക് ഗോ എന്നതൊരു സെർച്ച് എഞ്ചിനാണ്. സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസർ കൊടുക്കുന്ന സൂചനാ പദങ്ങൾക്ക് അനുസൃതമായിട്ട് നമുക്ക് വിവരങ്ങൾ തിരയുന്നത് എന്തിലൂടെയാണ്? സെർച്ച് എഞ്ചിനിലൂടെയാണ്. പലതരം സെർച്ച് എഞ്ചിനുകൾ അവൈലബിൾ ആണ്. ഏതാണ്? ഗൂഗിൾ, യാഹ, അൾട്ടാവിസ്റ്റ, ബിങ്, AOL, ബൈഡു, യാൻഡെക്സ്, ഡക്ക് ഡക്ക് ഗോ, ask.com, നെവർ, എക്കോഷ്യ, ഇൻ്റർനെറ്റ് ആർച്ചീവ്. ആദ്യത്തെ സെർച്ച് എഞ്ചിനാണ് ഏത്? ആർച്ചി. ഇന്ത്യ നിർമ്മിച്ച സെർച്ച് എഞ്ചിനാണ് ഗുരുജി. ബിങ് എന്ന സെർച്ച് എഞ്ചിൻ വികസിപ്പിച്ചെടുത്ത കമ്പനിയാണ് മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റിൻ്റെ കമ്പനി ഏതാണ്? ബിങ്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി ഡക്ക് ഡക്ക് ഗോ എന്നത് ഒരു സെർച്ച് എഞ്ചിനാണ്. വിവിധ തരത്തിലുള്ള പ്രോട്ടോക്കോളിൽ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. പലതരത്തിലുള്ള പ്രോട്ടോക്കോളുള്ളതിനെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? അറിയുമോ? ഗേറ്റ് വേ ആണ്. വിവിധ തരത്തിൽ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളിൽ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഗേറ്റ് വേ. വിവിധ തരത്തിലെ പ്രോട്ടോക്കോളിൽ പ്രവർത്തിക്കുന്ന ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഗേറ്റ് വേ. ഒരു തരത്തിലുള്ള പ്രോട്ടോക്കോളിനെ മറ്റൊരു തരത്തിലേക്ക് വിവർത്തനം ചെയ്യാനും ഇവയ്ക്ക് കഴിയും. ഒരു ശൃംഖലയിൽ നിന്ന് മറ്റൊരു ശൃംഖലയിലേക്കുള്ള പ്രവേശന കവാടമാണ് ഗേറ്റ് വേ. റൗട്ടറിന് സമാനമായ പ്രവർത്തന രീതിയാണ് ഗേറ്റ് വേക്കും ഉള്ളത്. റൗട്ടറിനും ഗേറ്റ് വേക്കും ഏകദേശം ഒരേ പ്രവർത്തന രീതിയാണ്. നമ്മുടെ യൂസ് ചെയ്യുന്ന ഉപകരണത്തിൻ്റെ വിലാസം പരിശോധിക്കുകയും അൽഗോരിതത്തിൻ്റെ സഹായത്താൽ ഉചിതമായ പാത സ്വീകരിച്ച് ഡേറ്റാസ് എല്ലാം പോകുന്ന പാക്കറ്റുകളായിട്ടായിരിക്കും പോകുന്ന പാക്കറ്റുകളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനും ഗേറ്റ് വേ സഹായിക്കുന്നു. വൈഡ് ഏരിയ നെറ്റ്വർക്കിനെ ലോക്കൽ ഏരിയ നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കുന്നതാണ് ഏത്? ഗേറ്റ് വേ എന്ന് പറയുന്നത്. അപ്പോൾ വിവിധ തരത്തിലുള്ള പ്രോട്ടോക്കോളിൽ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ഗേറ്റ് വേ. നെക്സ്റ്റ് വൺ, ഉയർന്ന തലത്തിലുള്ള ഭാഷകൾ എഴുതുന്ന പ്രോഗ്രാമുകൾ യന്ത്രഭാഷയിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്നത്. കമ്പൈലർ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റർ, അത് രണ്ടുമാണ് ഉയർന്ന തലത്തിലുള്ള ഭാഷകളിൽ എഴുതുന്ന പ്രോഗ്രാമുകളെ യന്ത്രഭാഷകളിലേക്ക് മാറ്റുന്നത്. അത് കമ്പ്യൂട്ടറിന് അറിയാവുന്ന ഒരേ ഒരു ഭാഷയേ ഉള്ളൂ, മെഷീൻ ലെവൽ ലാംഗ്വേജ് ഭാഷയാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈ ലെവൽ ലാംഗ്വേജ് ഭാഷയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഇംഗ്ലീഷ് പോലുള്ള ഭാഷയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഭാഷയെ മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റാൻ വേണ്ടി ഒരു ഇടനിലക്കാരൻ വേണം, അതായത് ട്രാൻസ്ലേറ്റർ വേണം. അപ്പോൾ ഉയർന്ന തലത്തിലുള്ള ഭാഷകളെ മെഷീൻ ലെവലിലേക്ക് മാറ്റുന്ന ഏതാണ്? ഒന്നെങ്കിൽ കമ്പൈലർ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റർ. ഇത് രണ്ടുമാണ് യൂസ് ചെയ്യുന്നത്.
ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്താണ്. കമ്പൈലർ ഇൻ്റർപ്രറ്ററും ഇല്ലാത്തതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത്. കമ്പൈലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മൊത്തമായിട്ട് ഒന്നിച്ചാണ് നമ്മൾ മെഷീൻ ലെവലിലേക്കും നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസിനും ഒറ്റയടിക്ക് മെഷീൻ ലെവൽ ഭാഷയിലേക്ക് മാറ്റും. അതായത് 0യുടെയും 1ൻ്റെയും ഫോമിലേക്ക് മാറ്റും. ഇൻ്റർപ്രറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈൻ അടുത്ത ലൈൻ, അങ്ങനെ ലൈൻ ബൈ ലൈൻ കമ്പൈനേഷൻ ആണെങ്കിൽ ഇൻ്റർപ്രറ്ററാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോണം, അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ലൈൻ ബൈ ലൈൻ കമ്പൈലേഷന് വേണ്ടി ഉപയോഗിക്കുന്ന എന്താണ്? ഇൻ്റർപ്രറ്റർ. ലൈൻ ബൈ ലൈൻ കമ്പൈലേഷൻ ആണെങ്കിൽ ഇൻ്റർപ്രറ്റർ, അല്ലെങ്കിൽ കമ്പൈലർ. ഉയർന്ന തലത്തിലുള്ള പ്രോഗ്രാമുകളെ യന്ത്രഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തുന്നതാണ് കമ്പൈലർ. ലൈൻ ബൈ ലൈൻ കമ്പൈലർ ആണെങ്കിൽ ഇൻ്റർപ്രറ്റർ. ലൈൻ ബൈ ലൈൻ കമ്പൈലേഷൻ ആണെങ്കിൽ ഇൻ്റർപ്രറ്റർ. ഓക്കെ, നെക്സ്റ്റ് വൺ. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഒരു സെർച്ച് എഞ്ചിനാണ്, ഇൻപുട്ട് ഉപകരണമാണ് ഏതാ? സ്കാനർ. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഉപകരണം ഏതാണ്? സ്കാനറാണ് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണം, സ്കാനർ. ഔട്ട്പുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? പ്രിൻ്റർ, പ്ലോട്ടർ, ഇതെല്ലാം ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ്. മൗസ്, കീബോർഡ്, സ്കാനർ, ലൈറ്റ് പെൻ ഇതെല്ലാം ഇൻപുട്ട് ഉപകരണങ്ങളാണ്. മൗസ്, കീബോർഡ്, സ്കാനർ, ലൈറ്റ് പെൻ ഇതെല്ലാം ഇൻപുട്ട് ഉപകരണങ്ങളാണ്. ഔട്ട്പുട്ട് ഉപകരണമാണ് പ്രിൻ്റർ, പ്ലോട്ടർ, ബ്ലൂറേ ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന ഏതിനകത്താണ്? ബ്ലൂറേ ഡിസ്കിലാണ്. അതും അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് ബ്ലൂറേ DVD-യിലാണ്. ഏകദേശം 25 GB ഡേറ്റാസ് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഇമെയിൽ ഉപയോക്താക്കളുടെ സമ്മതമല്ലാതെ ഒരു സേവനത്തിൻ്റെയോ ഉൽപ്പന്നത്തിൻ്റെയോ പ്രചാരണത്തിന് അയക്കുന്ന സന്ദേശമാണ് സ്പാംസ്. ഇപ്പം നമ്മളുടെ ഫോണിലൊക്കെ, നമ്മുടെ ജിമെയിലിലൊക്കെ എപ്പോഴും വരാറുള്ളതാണ് നമുക്കറിയാത്ത ആൾക്കാരുടെ മെസ്സേജുകളൊക്കെ വരും. അതായത് എന്തെങ്കിലും അഡ്വർടൈസ്മെൻറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇമെയിൽ വരാറുണ്ട്. അങ്ങനെയുള്ള ഇമെയിലിനെ പറയുന്നതാണ് സ്പാംസ്. ഇമെയിൽ ഉപയോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ പ്രചാരണത്തിന് അയക്കുന്ന സന്ദേശമാണ് സ്പാം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ എന്താക്കിയെന്ന് ഒന്നും കൂടെ പറയാം. ഇൻപുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? മൗസ്, കീബോർഡ്, സ്കാനർ, ലൈറ്റ് പെൻ മുതലായവ. ബ്ലൂറേ DVD എന്ന് പറയുന്നതാണ് ഹൈ ഡെഫിനിഷൻ വീഡിയോകൾ ആലേഖനം ചെയ്യുന്നതിനും പുനരാലേഖനം ചെയ്യുന്നതിനും വീണ്ടും കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബ്ലൂറേ ഡിസ്ക് എന്ന് പറയുന്നത്. ബ്ലൂറേ ഡിസ്കിനകത്ത് ഒരുപാട് ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കാം. ഏറ്റവും കൂടുതൽ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. അതായത് 25 GB ബ്ലൂറേ DVDക്കകത്ത് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ പറഞ്ഞത് ഇമെയിൽ ഉപയോക്താക്കളുടെ സമ്മതമല്ലാതെ നമ്മുടെ മെയിലിലേക്ക് അയക്കുന്ന, നമ്മുടെ ഇമെയിൽ ഉപയോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ പ്രചരണത്തിന് അയക്കുന്ന സന്ദേശമാണ് സ്പാം എന്ന് പറയുന്നത്. പിന്നുള്ളത് ആദ്യത്തെ വൈറസ് ക്രീപ്പറാണ്. ആദ്യം മൊബൈൽ ഫോൺ വൈറസ് ക്യാബർ, ആദ്യത്തെ മൈക്രോ കമ്പ്യൂട്ടർ വൈറസ് എൽക്ക ക്ലോണർ, ഏറ്റവും അപകടകാരിയായ കമ്പ്യൂട്ടർ വൈറസാണ് ഫ്ലെയിം. വൈറസ് പ്രോഗ്രാം എഴുതുന്ന വ്യക്തികളാണ് വിക്സർ. വൈറസ് പ്രോഗ്രാം എഴുതുന്ന വ്യക്തികളെ പറയുന്ന പേരാണ് വിക്സർ. വൈറസ് പ്രോഗ്രാം എഴുതുന്ന വ്യക്തികളെ പറയുന്ന പേരാണ് വിക്സർ. ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിലൂടെ നടക്കുന്ന ഒരുതരം വ്യക്തിവിവര മോഷണമാണ് ഫിഷിംഗ്. ഓൺലൈനിലൂടെ നടക്കുന്ന ഒരുതരം വ്യക്തിവിവര മോഷണമാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. വൈറസിൻ്റെ ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീക്ക്. വൈറസിൻ്റെ ഫുൾ ഫോം എന്താ? വൈറ്റൽ ഇൻഫർമേഷൻ. ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. വൈറ്റൽ ഇൻഫർമേഷൻ
റിസോഴ്സ് അണ്ടർ SIEGE വൈറസിൻ്റെ ഫുൾ ഫോമാണ് വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ SIEGE. ആദ്യ കമ്പ്യൂട്ടർ വൈറസ് ക്യാബർ. ആദ്യ മൈക്രോ കമ്പ്യൂട്ടർ വൈറസാണ് എൽക്ക ക്ലോണർ. ഏറ്റവും അപകടകാരിയായ വൈറസാണ് ഫ്ലെയിം. ഇനി ഫിഷിംഗ് എന്തുവാന്ന് പറയാം. ഓൺലൈനിലൂടെ നടക്കുന്ന ഒരു തരം വ്യക്തി വിവരമോഷണമാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഓൺലൈനിലൂടെ നടക്കുന്ന ഒരു തരം വ്യക്തി വിവരമോഷണമാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പ്രമുഖ ബാങ്കുകളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും വെബ്സൈറ്റുകളോട് സാമ്യം തോന്നത്തക്ക രീതിയിൽ ഒരു ഹോം പേജ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും എല്ലാം ഹാക്ക് ചെയ്ത് ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളെല്ലാം തട്ടിയെടുക്കുന്ന പരിപാടിയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വെബ് പേജ് അനധികൃതമായി വെബ് പേജ് നിർമ്മിക്കുന്നതിനാണ് സ്പൂഫിംഗ് എന്ന് പറയുന്നത്. ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനധികൃതമായി മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ പ്രവേശിക്കുകയോ നിയന്ത്രണം ഏറ്റെടുക്കുകയോ ചെയ്ത് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളെയോ ഡേറ്റകളോ നശിപ്പിക്കുന്ന രീതിയാണ് ഹാക്കിംഗ്. ഹാക്ക് ചെയ്യുന്നവർ അറിയപ്പെടുന്നത് ഹാക്കേഴ്സ് എന്നാണ്. ലോകത്തിലെ ആദ്യത്തെ വൈറസ് ക്രീപ്പർ, ആദ്യ മൊബൈൽ ഫോൺ വൈറസ് ക്യാബർ, ആദ്യ മൈക്രോ കമ്പ്യൂട്ടർ വൈറസ് എൽക്ക ക്ലോണർ, വൈറസ് പ്രോഗ്രാമുകൾ എഴുതുന്ന വ്യക്തികൾ വിക്സർ. നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.